ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശനി മാറ്റത്തെക്കുറിച്ചാണ്. 2025 മാർച്ച് 29 ശനി മാറ്റം സംഭവിക്കുകയാണ്. അതായത് നിലവിൽ കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി മീനം രാശിയിലേക്ക് മാറുകയാണ്. ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും കൂടുതൽ ദൈർഘ്യം നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ടാണ് ശനിയെ ജ്യോതിഷത്തിൽ മന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങളിൽ ഒന്നാണ് ശനിമാറ്റം. അത് മാത്രമല്ല ആദ്യത്തെ രാശിമാറ്റം കൂടിയാണ്. ഇപ്പം 2025 ആദ്യമായിട്ട് മാറുന്ന പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റമാണ് ശനിയുടെ മാറ്റം. അപ്പം ഈ ഒരു ഗ്രഹ മാറ്റത്തോടു കൂടി മീനം രാശിയിലെ വരുന്നതോടുകൂടി ചില നക്ഷത്ര ജാതകർക്ക് വളരെ നല്ലതും ചില നക്ഷത്രക്കാർക്ക് വളരെ മോശം ഭാവവുമാണ് വരാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മേടം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഇവർക്ക് ഈ ഒരു ശനിമാറ്റം എങ്ങനെയൊക്കെയാണ് മുൻപോട്ടുള്ള ജീവിതത്തിൽ സ്വാധീനിക്കാൻ പോകുന്നത്. ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യമായി നമുക്ക് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം ഇത് പരിശോധിക്കാം. ഇവർക്ക് ശനിമാറ്റത്തോടു കൂടി 11 ശനി വരാൻ പോകുന്നത്. അതായത് ഇടവം കൂറുകാർക്ക് 11 ഭാവമാണ് മീനം രാശി. അപ്പോൾ 11 ഭാവം എന്ന് പറയുന്നത് സർവാഭീഷ്ടമാണ്, നല്ല സ്ഥാനമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയും അതുപോലെ ശനി ഗ്രഹത്തിന്റെ പൂർണ്ണ അനുഗ്രഹം ഇവർക്ക് കിട്ടാനുള്ള സമയമാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പൊ കാർത്തിക അവസാന മുക്കാൽ ഭാഗം ഇവർക്ക് നിലവിൽ ഔദ്യോഗികപരമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറാനുള്ള സമയമാണ് ഇനിയും വരാൻ പോകുന്നത്. അവർക്ക് ജോലിയിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇൻക്രിമെന്റ് അതുപോലെ പ്രൊമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാനുള്ള സമയം ഈ ഒരു ശനിമാറ്റത്തോടു കൂടി അവർക്ക് ആ ഒരു അനുഗ്രഹ സ്ഥാനത്തേക്കാണ് ശനി വരാൻ പോകുന്നത്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം നക്ഷത്ര ജാതകരാണെങ്കിൽ അവർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി വരാൻ പോകുന്നത്. അവർക്ക് നല്ല രീതിയിലുള്ള പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉള്ള ഒരു സമയം, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കഷ്ടതകളൊന്നും വരില്ല. അവർക്ക് എല്ലാ രീതിയിലുള്ള ആ ഒരു വഴിത്താരയും ഈ ഒരു ശനിമാറ്റത്തോടു കൂടി അവർക്ക് അത് ഒരുങ്ങി കിട്ടുന്നു. അതുപോലെ പഠന സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി. അവർക്ക് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എക്സാം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അവർക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല ഒരു ഗ്രേഡോട് കൂടി പാസ്സാവാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു ശനിമാറ്റത്തോടു കൂടി അവർക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ വിവാഹം മുടങ്ങി നിന്നിട്ടുള്ള ആളുകൾക്ക് നല്ല പ്രപ്പോസൽസ് ഒക്കെ വന്ന് ചേരാൻ ഉള്ള ഒരു സമയം. അങ്ങനെയുള്ള എല്ലാ കടാക്ഷങ്ങളും ഈ ഒരു ശനിമാറ്റത്തോടു കൂടി കാർത്തിക അവസാന മുക്കാൽ ഭാഗം നക്ഷത്ര ജാതകർക്ക് ആ ഒരു അനുഗ്രഹം കടാക്ഷിക്കുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം, ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുക. പ്രത്യേകിച്ച് ശനി മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ദിവസവും സന്ധ്യാസമയം വിളക്ക് തെളിയിച്ച് ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായ ആ ഒരു ശനീശ്വര കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം നക്ഷത്ര ജാതകർക്ക്, ഇടവക്കൂറുകാരായ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ആ ഒരു കടാക്ഷം കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇടവക്കൂറിൽ വരുന്ന അടുത്ത നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. ഇവർക്കും 11 സ്ഥാനത്തേക്കാണ് ശനി മാറാൻ പോകുന്നത്. സർവാഭീഷ്ടമാണ്. എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും കടാക്ഷവും കാര്യങ്ങളും ഈ ഒരു ശനിമാറ്റത്തോടു കൂടി അവർക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, അതുപോലെ ജോലിയിൽ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവര്, അവർക്കൊക്കെ ട്രാൻസ്ഫർ, അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം, അവർ വിചാരിക്കുന്ന രീതിയിൽ
ഒരു കാൽക്കുലേഷനോട് കൂടിയുള്ള ലൈഫ്, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫ്, അതെല്ലാം അവർക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു ശനിമാറ്റത്തോടു കൂടി എല്ലാം പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ അവർക്ക് കിട്ടുന്നു. അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാനിങ് ഉള്ള കുട്ടികൾ, അവർക്ക് നല്ല രീതിയിലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി അവർക്ക് കിട്ടുന്നു. അവർക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ നല്ല സ്കോറിങ്ങോട് കൂടി പാസ്സാവാനും അങ്ങനെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും അവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം നല്ല സമയമാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ രോഹിണി നക്ഷത്ര ജാതകർ പണം ആർക്കും കടം കൊടുക്കാൻ പാടില്ല. കാരണം പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ശത്രുതയിലേക്ക് കലാശിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ശനിമാറ്റത്തോടു കൂടി അങ്ങനെയുള്ള കുറച്ച് ക്ലേശങ്ങളും കാര്യങ്ങളും കാണിക്കും. അതുകൊണ്ട് ആർക്കും പണം കടം കൊടുക്കരുത്. പ്രത്യേകിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ പോലും അല്ലെങ്കിൽ അടുത്ത മിത്രങ്ങൾ പോലും ശത്രുക്കളാകാനുള്ള ഒരു ഭാവം, ആ ഒരു കാര്യമാണ് കാണിക്കുന്നത്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ നിലവിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയം കൂടി ആണ്. അവർക്ക് അതിൽ നിന്നുള്ള റിട്ടേൺസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ, ബിസിനസ്സിന് വേണ്ടി പണം മുടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ ആലോചിച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല സമയമാണെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അതൊന്ന് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതൊക്കെയാണ് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടുത്ത ഇടവം കൂറിൽ വരുന്ന മകയിരം പകുതി, ഇവർക്കും ശനി മാറുന്നതിനനുസരിച്ച് 11ാം ഭാവത്തിൽ ശനി വരുന്നു. അവർക്ക് കാര്യങ്ങളെല്ലാം വിചാരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ സഹായിക്കുന്നു. അതുപോലെ ജോലി സംബന്ധമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിചാരിച്ച രീതിയിൽ നല്ല ജോലി കണ്ടുപിടിക്കാൻ ഉള്ള ദൈവാധീനം കടാക്ഷിക്കുന്നതാണ്. അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ എല്ലാം ആ ഒരു ഭാഗ്യപരമായിട്ട് ദൈവാധീനം കൂടെ നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. അവർക്ക് നല്ല രീതിയിൽ മകയിരം പകുതി ഈ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയം. അവർക്ക് പുതിയതായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കിട്ടാൻ ഒരു നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള സമയം, അങ്ങനെ ഉള്ള ക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. അവർക്ക് സരസ്വതി കടാക്ഷം, അതുപോലെ ശനിയുടെ പൂർണ്ണ അനുഗ്രഹം, ശിവകടാക്ഷം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ദൈവാധീനത്തിൽ നല്ല രീതിയിൽ പഠിക്കാനുള്ള ആ ഒരു ആർജവം, ആ ഒരു ബുദ്ധി വികാസത്തോടു കൂടി പഠിച്ച് നല്ല രീതിയിൽ പാസ്സാകാനുള്ള ഒരു അനുഗ്രഹം കൂടി കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക്. ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ കഴിഞ്ഞ രോഹിണി നക്ഷത്രക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉള്ള കോഴ്സ് സെലക്ട് ചെയ്ത്, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി ഹയർ സ്റ്റഡീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി മകയിരം പകുതി നക്ഷത്ര ജാതകർക്ക്, മകയിരം ആദ്യ പകുതി, ഇവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ വിവാഹം മുടങ്ങി നിന്നവർക്കെല്ലാം നല്ല രീതിയിലുള്ള പ്രപ്പോസൽസ് ഒക്കെ വരാനും അവർ വിചാരിച്ച രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു കല്യാണം, നല്ലൊരു പാർട്ട്ണറെ കിട്ടാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതുപോലെ ഒരു കാര്യം, ദാമ്പത്യപരമായിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ ക്ലേശങ്ങൾ ഉണ്ടാവും എന്നല്ല പറഞ്ഞ്, അതിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. അപ്പം വിട്ടുവീഴ്ചകൾ അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ ഫാമിലി ലൈഫും വളരെ നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പം ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഭർത്താവ് അത്
ഒരു പരിധി വരെ അത് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തിരിച്ചും അങ്ങനെ ഒരു ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവാധീനം കൂടെയുണ്ട്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് മകയിരം പകുതി നക്ഷത്ര ജാതകർക്ക് ആദ്യ പകുതി. ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ശനി മാറ്റത്തോടുകൂടി വരുന്ന ആ ഒരു സൗഭാഗ്യം. 11 നിന്നുകൊണ്ട് ശനിയുടെ അനുഗ്രഹം കിട്ടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ രോഹിണി, മകയിരം പകുതി, ഇവർക്ക് ശനിയുടെ പൂർണ്ണമായ ആ ഒരു സ്ഥാനം 11ാം സ്ഥാനത്തായതുകൊണ്ട് ശനിയുടെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടാനുള്ള ഒരു സമയമാണ് ഇനി അടുത്ത ഒരു 2.5 വർഷക്കാലം. അപ്പം ചെയ്യേണ്ടത് ഇത്രയാണ്: ശനി മന്ത്രം ദിവസവും ജപിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം, ദിവസവും ജപിക്കുക ശനി മന്ത്രം. അതുപോലെ ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തുക. ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതിലുപരി ഒരു കാര്യം കൂടി, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുകയാണെങ്കിൽ വേറെ അല്ലാതെയുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് രാഹുദോഷം, കേതുദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തുമില്ല. അതുപോലെ ശനിയുടെ ആ ഒരു കടാക്ഷവും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം ഹനുമാൻ സ്വാമിയുടെ അടുക്കല് ഇങ്ങനെയുള്ള രാഹുദോഷം, ചൊവ്വാദോഷം, അതുപോലെ ശനിദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏൽക്കുകയില്ല. ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഏൽക്കുകയില്ല എന്നാണ് സങ്കല്പം. അപ്പം ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വടമാല സമർപ്പിക്കുന്നതും എല്ലാം വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ക്ലേശങ്ങൾ, ജീവിത ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളും എല്ലാം മാറുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അല്ലാതെയുള്ള ജാതകത്തിൽ അല്ലാതെയുള്ള എന്തെങ്കിലും പാപഗ്രഹ എന്തെങ്കിലും ദോഷവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഇത്രയും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്നാലാവുന്ന രീതിയിൽ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി അതും കൂടെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായാലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്കെല്ലാം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. ശനി മാറ്റം ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ശനി മാറ്റം അവർക്ക് കടാക്ഷിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.